ഹലോ ഫ്രണ്ട്സ്, ജെ.കെ. വേൾഡ് ആൻഡ് PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അക്കാഡമി വഴി നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജെ.കെ. വേൾഡ് ആൻഡ് PSCയുടെ ഭാഗത്തു നിന്നും PSC ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ലിങ്ക് ഉണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്ത് പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം നിരവധി PSC ലെസൺസ്, ഏകദേശം 200-300ഓളം ലെസൺസ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ മറക്കാതെ എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് എനിക്ക് അക്കാഡമിയിലും നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ജെ.കെ. വേൾഡ് ആൻഡ് PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, അതോടൊപ്പം തന്നെ പ്രിസണർ ഓഫീസ് എക്സാമിനേഷൻ ഒക്കെ നെക്സ്റ്റ് മന്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ പരീക്ഷകൾക്കും, അതോടൊപ്പം തന്നെ ഏതൊരു പരീക്ഷകൾക്കും PSC സംബന്ധമായിട്ടുള്ള ഡിഗ്രി ലെവലെന്നോ അതിൽ താഴെയുള്ള ലെവലെന്നോ വ്യത്യാസമില്ലാതെ വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഒരേപോലെ ഉപകാരപ്രദമാവുന്ന ക്ലാസ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട കേരള ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും PSCയിൽ നിന്ന് ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 15 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പലയൂർ ചർച്ച്, one of the oldest church in Kerala, was built by St. Thomas in the district of. അപ്പോൾ കേരളത്തിലെ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള പഴക്കം ചെന്നൊരു ചർച്ചാണ് പലയൂർ ചർച്ച് എന്ന് പറയുന്നത്. അത് സെന്റ് തോമസ് ആണ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പലയൂർ ചർച്ച് ഉള്ളത്. അത് ബിൽഡ് ചെയ്തത് ആരാണ്? സെന്റ് തോമസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, the first eco tourism project in India was established at. ആദ്യത്തെ എക്കോ ടൂറിസ്റ്റ് പ്രോജക്റ്റ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ്, തെന്മലയിലാണ് ആദ്യത്തെ ഫസ്റ്റ് എക്കോ ടൂറിസ്റ്റ് പ്രോജക്റ്റ് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്കോ ടൂറിസം പ്രോജക്റ്റ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ്? തെന്മലയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് പുവർ മാൻസ് ഊട്ടി. പാവപ്പെട്ടവന്റെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയാണ് അറിയപ്പെടുന്നത് പാവപ്പെട്ടവന്റെ ഊട്ടി. എന്താണ് പാവപ്പെട്ടവന്റെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നെല്ലിയാമ്പതിയാണ്. ദ ഹയസ്റ്റ് ടൗൺ ഇൻ കേരള. കേരളത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ടൗൺ ഏതാണ്? മൂന്നാർ. മൂന്നാറാണ് കേരളത്തിലെ ഹയസ്റ്റ് ടൗൺ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഹയസ്റ്റ് ടൗൺ ഏതാണ്? മൂന്നാറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 5 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 4 ചോദ്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് നമുക്ക് മനസ്സിലുറപ്പിക്കാം. പലയൂർ ചർച്ച് നമുക്കറിയാം ഓൾഡസ്റ്റ് ചർച്ചാണ്. ബിൽഡ് ചെയ്തത് ആരാ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സെന്റ് തോമസ് ആണ്. ഏത് ജില്ലയിലാണ്? കേരളത്തിലെ തൃശ്ശൂർ ജില്ലയില്. ഓക്കെ, ആദ്യത്തെ എക്കോ ടൂറിസം പ്രൊജക്ട് ഇന്ത്യയിൽ എവിടെയാണ്? തെന്മലയിലാണ്. ഏത് പ്ലേസ് ആണ് പാവപ്പെട്ടവന്റെ ഊട്ടി എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്? നെല്ലിയാമ്പതി. കേരളത്തിൽ തന്നെ ഹയസ്റ്റ് ടൗൺ ഏതാണ്? മൂന്നാർ. മൂന്നാറാണ് കേരളത്തിലെ ഹയസ്റ്റ് ടൗൺ. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഡിസ്ട്രിക്ട് മുഴുപ്പിലങ്ങാടി ദ ലോങ്സ്റ്റ് ബീച്ച് ഇൻ കേരള. കേരളത്തിലെ ലോങ്സ്റ്റ് ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാടിയാണ്. ആ മുഴുപ്പിലങ്ങാടി ഏത് ജില്ലയിലാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് മുഴുപ്പിലങ്ങാടി ദ ലോങ്സ്റ്റ് ബീച്ച് ഇൻ കേരള. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാടിയാണ്. ഏത് ജില്ലയിലാണ് കാണപ്പെടുന്നത്? കണ്ണൂർ ജില്ലയിൽ. ഓക്കെ, അടുത്ത ചോദ്യം, വള്ളിക്കാവ്, where the ashramam of അമൃതാനന്ദമയി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഡിസ്ട്രിക്ട്. വള്ളിക്കാവ് എന്ന് പറയുന്നത് നമ്മുടെ അമൃതാനന്ദമയിയുടെ ആശ്രമമാണ്. അപ്പോൾ അത് ഏത് ജില്ലയിലാണ് കാണപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമ്മുടെ കൊല്ലം ജില്ലയിലാണ് വള്ളിക്കാവ് എന്ന് പറയുന്ന അമൃതാനന്ദമയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ചെയർമാൻ ജുമാ മസ്ജിദ്, the first mosque in Kerala,
നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ്. അത് കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂരാണ് ചേരമാൻ ജുമാ മസ്ജിദ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അത് സിറ്റുവേറ്റഡ് ഇൻ കൊടുങ്ങല്ലൂർ. ഓക്കെ, അപ്പോൾ ചേരമാൻ ജുമാ മസ്ജിദ് കേരളത്തിലെ ആദ്യത്തെ മോസ്ക് ആണ്. അത് കാണപ്പെടുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. വിച്ച് ടെമ്പിൾ ഈസ് നോൺ ആസ് ഹൂലുക വൈകുണ്ഠം? ഏത് ടെമ്പിൾ, ഏത് അമ്പലമാണ് ഹൂലുക വൈകുണ്ഠം എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം ഗുരുവായൂർ ടെമ്പിൾ ആണ് ഹൂലുക വൈകുണ്ഠം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചതൊന്നുകൂടെ ആവർത്തിക്കാം. മുഴുപ്പിലങ്ങാടിയാണ് കേരളത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് ബീച്ച്. അത് കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. വള്ളിക്കാവ് അമൃതാനന്ദമയുടെ ആശ്രമം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയില്. അപ്പോൾ ചേരമാൻ ജുമാ മസ്ജിദ് ആണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ പള്ളി അല്ലെങ്കിൽ മോസ്ക്. അത് കാണപ്പെടുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഏത് ടെമ്പിൾ ആണ് ഭൂലക വൈകുണ്ഠം എന്ന് അറിയപ്പെടുന്നത്? ഗുരുവായൂർ ടെമ്പിൾ ആണ് ഭൂലക വൈകുണ്ഠം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ബോട്ട് റേസ് ഈസ് നോൺ ആസ് പൂരം ഇൻ വാട്ടർ? വെള്ളത്തിന്റെ പൂരം എന്ന് അറിയപ്പെടുന്ന ബോട്ട് റേസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആറന്മുള വെള്ളംകളി. വെള്ളംകളിയുടെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വെള്ളംകളിയാണ്. അപ്പോൾ വിച്ച് ബോട്ട് റേസ് ഈസ് നോൺ ആസ് പൂരം ഇൻ വാട്ടർ? ആറന്മുള ബോട്ട് റേസ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ടെമ്പിൾ വിത്ത് വുമൺ പ്രീസ്റ്റ്. ഏത് ടെമ്പിൾ ആണ് സ്ത്രീകൾ പൂജാരി അല്ലെങ്കിൽ സ്ത്രീ പ്രീസ്റ്റ് ആയിട്ട്, വുമൺ പ്രീസ്റ്റ് ആയിട്ട് വരുന്ന അമ്പലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതമ്പലമാണ്? മണ്ണാർശാലയാണ് ദ ടെമ്പിൾ വിത്ത് വുമൺ പ്രീസ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ലയൺ സഫാരി പാർക്ക് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്കാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? നെയ്യാർ ഡാമിലാണ് ദ ഫസ്റ്റ് ലയൺ സഫാരി പാർക്ക് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ്. ഓക്കെ, അടുത്തത്, ദ ലാർജസ്റ്റ് ഡാം ഇൻ കേരള മലമ്പുഴ ഈസ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ്. കേരളത്തിലെ ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഡാമാണ് മലമ്പുഴ. ഈ മലമ്പുഴ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിൽ. അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ ഡാം കാണപ്പെടുന്നത്. ഓക്കെ, നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം. വിച്ച് ബോട്ട് റേസ് ഈസ് നോൺ ആസ് പൂരം ഇൻ വാട്ടർ? വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളം കളിയാണ്. അപ്പോൾ വുമൺ പ്രീസ്റ്റ് ഉള്ള ടെമ്പിൾ ആണ് മണ്ണാർശാല. ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് കേരളത്തിലെ നെയ്യാർ ഡാമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മലമ്പുഴ ഡാം കാണപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഡിസ്ട്രിക്ട് ഈസ് ഇരവികുളം നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ്? ഏത് ജില്ലയിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് കാണപ്പെടുന്നത്? ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് കാണപ്പെടുന്നത്. ദ ഫസ്റ്റ് കോയർ വില്ലേജ് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ കയർ വില്ലേജ് ഏതാണ്? വയലാറാണ്. ദ ഐലൻഡ് formed after King the കൊച്ചിൻ പോർട്ട് ഡ്രഗ് ചെയ്തതിനു ശേഷം ഫോം ചെയ്ത ഐലൻഡ് ഏതാണ്? വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ആവർത്തിക്കാം. ദ ഡിസ്ട്രിക്ട് ഇൻ ഇരവികുളം നാഷണൽ പാർക്ക് ഏതാണ്? ഇടുക്കിയാണ്. ആദ്യത്തെ കോയർ വില്ലേജ് കേരളത്തിൽ വരുന്നത് വയലാറാണ്. കൊച്ചിൻ പോർട്ട് റെഡ് ചെയ്ത് ഉണ്ടായ ഐലൻഡ് ഫോം ചെയ്ത ഏതാണ് ഐലൻഡ്? വെല്ലിംഗ്ടൺ ഐലൻഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC പരീക്ഷയിൽ കേരള ഫാക്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും ചോദിച്ചു വരുന്ന ചോദ്യഭാഗങ്ങളാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് തന്നെ അറിയിക്കാവുന്നതാണ്. അതോടൊപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം, എങ്കിൽ മാത്രമാണ് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്ലീസ് ടു റിവ്യൂ, റെക്കമെൻഡ് ആൻഡ് റേറ്റ് മൈ ക്ലാസ്സസ്. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എത്തിച്ചു കൊടുക്കാം. താങ്ക്